നമുക്ക് മൂന്നാമതും ഒരു സിനിമ വേണ്ടേ എന്ന് ഒരു നിർദ്ദേശം വെച്ചത് ആവാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചു. പിന്നെ അപ്പോൾ ഇതിന് പറ്റിയ ഒരാളുമുണ്ട് നല്ല അഭിനയിക്കാൻ കഴിവുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ സലീം, അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. പിന്നെ മറ്റൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കുട്ടിയാർദവ് കണ്ട എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശരി, കലന്തൻ ബഷീർ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ അതിലുണ്ടായി. ബാലാജിയും സലീമും കലന്തൻ ബഷീറും 3 പേരും ചേർന്നപ്പോൾ ആ സിനിമ ഒരു നല്ല ഒന്നാന്തരം സിനിമയായി മാറി. കാരണം ഞാൻ കൂടുതലൂടെ പറഞ്ഞ അതിൻ്റെ ഒരു ആവേശം കെട്ടടങ്ങും അല്ലേ കലന്തൻ ബഷീർ. അത് ആളുകൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുക. ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കലന്തൻ ബഷീർ അതിനു വേണ്ടി കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. രാവ് പകലൊന്നുമില്ലാതെ പുള്ളി അത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിലഭിനയിച്ച ഞാൻ 3 പേരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ പിന്നണിയിൽ ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും NHRSF പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സിനിമ ഒരു സക്സസ് ആവണം. അതുപോലെ തന്നെ പറയാനുള്ളത് NHRSF എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് പത്രക്കാരുള്ളതുകൊണ്ട് പറയുകയാണ്. ഞങ്ങൾ ഈ സംഘടന 2014 മുതൽക്ക് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ 11 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ 18,000-ഓളം മെമ്പർമാർ ഈ രാജ്യത്ത് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കലന്തൻ ബഷീറും സലീമും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ സംഘടനയുടെ നല്ല മെമ്പർമാരാണ്. വിദേശത്തും UK അതുപോലെ തന്നെ നേപ്പാളിലും ശ്രീലങ്കയിലും ഖത്തറിലുമൊക്കെ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഞങ്ങൾക്ക് ഇതിന് വേണ്ട സഹായങ്ങൾക്ക് ഇതിന് ശക്തി ഈ സമൂഹമാണ്, ഭാരത സമൂഹമാണ്, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സമൂഹമാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തരുന്നത് ഞങ്ങൾ ഈ ജനങ്ങളെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഈ പോരാട്ടം ലഹരിക്കെതിരെ എന്ന് മാത്രമല്ല സാമൂഹിക തിന്മയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഈ ഹാളിലെ ജനങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ഉറപ്പ് തരുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾ വന്നതിനനുസരിച്ച് മറുപടി പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കലന്തൻ ബഷീർ. അടുത്തതായി നമ്മുടെ ഇതിലെ ജോർജ് എന്ന കഥാപാത്രത്തെ വളരെയധികം നന്നായി കൈകാര്യം ചെയ്ത നമ്മുടെ ഇതിലെ കഥാനായകൻ CR സലീം. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് NHRSC. അവരാണ് എനിക്ക് ഇങ്ങനൊരു അവസരം തന്നത്. സെക്കൻഡ് കലന്തൻ ബഷീർ. കലന്തൻ ബഷീറാണ് എന്നിലൊരു അഭിനേതാവുണ്ടെന്ന് കണ്ടെത്തുന്നതും എന്നെ അതിനന്വേഷിക്കുന്നതും. ആദ്യമൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവും. പക്ഷേ ഐ ആം സോ ഹാപ്പി. ഞാനത് കണ്ടിരുന്നു, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക്സ് കലന്തൻ ബഷീർ, താങ്ക്സ് NHRSC. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അത് ബാലാജിയെ പോലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക്, ഞാൻ സിനിമയിൽ ഫസ്റ്റാണ്. കുറേ കാലങ്ങളായി ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ അഭിനയിക്കാറുണ്ട്. സിനിമയിൽ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ ബാലാജിയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്നത്. താങ്ക്സ് ബാലാജി. അതുപോലെ തന്നെ ക്യാമറാമാൻ സുജിത്ത്, എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമ്മുടെ ഇതിലെ വളരെ ശക്തമായ കഥാപാത്രം അഭിനയിച്ച നമ്മുടെ ബാലാജി ശർമ്മ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കലന്തൻ ബഷീർ എന്ന പേര് നിങ്ങൾ കേൾക്കുന്നതിനൊക്കെ വളരെ മുമ്പ് കേട്ട് വളരെ വർഷത്തെ പരിചയമുള്ള വളരെ അടുത്തൊരു സുഹൃത്തായ കലന്തൻ ബഷീർ അഭിനയം തൊഴിലായി കണ്ട് അഭിനയിക്കാൻ വേണ്ടി ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ, വലിയ വലിയ വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബഷീറിനെ കാണുന്ന കായംകുളം കൊച്ചുണ്ണിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ. നസീർ സാറിൻ്റെ കായംകുളം കൊച്ചുണ്ണി അല്ല, നിങ്ങൾ വിചാരിക്കും അത്രയും സീരിയലാണെന്നല്ല കേട്ടോ. കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സീരിയൽ, അതിനകത്ത് കലന്തൻ ബഷീർ അങ്ങനെ പരിചയപ്പെടുമ്പോൾ കലന്തൻ ബഷീറിൻ്റെ കഥകൾ കേട്ടിട്ടാണ് ഞങ്ങൾ
അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സീരിയൽ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും എത്ര സീനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കാറ്. പക്ഷേ നമ്മൾ കായംകുളം കൊച്ചുണ്ണിയിൽ ചോദിക്കുന്നത് എത്ര ഫൈറ്റ് ഉണ്ട് എന്നാണ്. കാരണം ഒരു ഡയലോഗ് പറഞ്ഞാൽ അടുത്ത അടിയാണ്. വില്ലൻ വേഷം ചെയ്യുന്നവർക്കൊക്കെ ഇടിയോടിടി പോരി ഇടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇടിയൊക്കെ കൊണ്ടിങ്ങനെ തളർന്ന് ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകളായിരുന്നു ഞങ്ങളെ രസിപ്പിച്ചിരുന്നത്, ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നത്. ബഷീറിൻ്റെ റിയൽ ലൈഫിലെ കഥകൾ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നു. അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബഷീർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്നു. ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ മകൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. മകനാണ് അതിനകത്തൊരു മെയിൻ വേഷം ചെയ്യുന്നത്. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യത്തിൽ റോഷൻ്റെ കൂടെ ബഷീറിനെ കാണുന്നു. അപ്പം തൻ്റെ അഭിനയ മോഹം, അതിൻ്റെ സാഫല്യം, അതിൻ്റെ ഒരു ഇത് വരുത്തുന്നത് മകനിലൂടെ. ഗംഭീര വേഷമായിരുന്നു. ദൃശ്യം മലയാള സിനിമയിൽ ആദ്യത്തെ 50 കോടി കടന്ന് അതിലും വലിയ ഒരു മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ബഷീറിൻ്റെ ആഗ്രഹങ്ങൾ ബഷീർ സഫലീകരിച്ച മകനിലൂടെ. പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ബഷീർ കുറേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഗംഭീര ഷോർട്ട് ഫിലിം. ഞാൻ ചോദിച്ചു, ഞാൻ നമ്മുടെ നോർമലി നോക്കില്ലല്ലോ സംവിധാനം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ കണ്ടു. ബഷീർ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ച് കണ്ടു, അല്ലെങ്കിൽ റോഷൻ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ച് കണ്ടു. പക്ഷെ അതൊന്നുമില്ല, ഇതാരും ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിം. ഗംഭീരം. ഞാൻ പറഞ്ഞു, നല്ല മേക്കിംഗ് കേട്ടോ. ആണോ ചോദിച്ചു. അതെ, ഞാനാണ് എൻ്റെ സംവിധായകൻ. ഞാനാണോ? പിന്നീട് ഉണർവ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അവാർഡ്സ് ഇപ്പോഴും ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ബഷീറിൻ്റെ അവാർഡിൻ്റെ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, എടോ നിങ്ങൾ വരണം, ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നായകനാണോ? നായകനൊന്നുമല്ല, നിങ്ങൾ വരണം, ഞാൻ വിളിച്ച പരിപാടി. ഞാൻ പറഞ്ഞു, വരും. ഞാൻ പറഞ്ഞു, എന്താണ്? വ്യത്യസ്തമായ വേഷമാണോ? ഞാൻ പറഞ്ഞു, എന്താണ്? പോലീസാണ്. വ്യത്യസ്തം. എനിക്ക് നമ്മൾ 100-ൽ 99 പോലീസ് സ്റ്റേഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യത്യസ്തം. പക്ഷേ ബഷീർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീജിത്തുണ്ട്, മൊത്തം ക്രൂ, രതീഷ് പാലോടുണ്ട് അസോസിയേറ്റ്, മൊത്തം ക്രൂ സിനിമാക്കാരൻ. വളരെ ഗംഭീരം. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണ് ഹീറോ? അപ്പം അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ മാറി, ഒരു ഭയങ്കര ഞാൻ വെച്ചാൽ ഒരു ഫോറിനറായിരിക്കും, ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളായിരിക്കും വിചാരിച്ചു, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ. അങ്ങനെ ഒരാൾ മാറി നിൽപ്പുണ്ട്. അപ്പം ബഷീർ പറഞ്ഞു, ഇദ്ദേഹമാണ് ഈ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, കാരണം നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നിൽപ്പുണ്ടേ, ജാടയായിരിക്കുന്നത്. പക്ഷേ സംഭവം ജാടയല്ല, ആദ്യമായി അഭിനയിക്കുന്നതിൻ്റെ അതുകൊണ്ടൊന്നും മാറി നിന്നാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര മനുഷ്യനാണ് മനസ്സിലായി. പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വെല്ലുവിളിയായി. ഞാൻ പറഞ്ഞു, ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾ കുറേ ദൂരം മലയാള സിനിമയിൽ പോകുമെന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒട്ടും അതിഭാവുകത്വമില്ലാതെ ആ കഥാപാത്രത്തിന് വളരെ നാച്ചുറൽ. ബഷീർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. ഈവൻ സലീമിക്കയുടെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരുപാട്, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ്റെ വലിയൊരു പടം, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ, ഇല്ലാത്തവരില്ല അല്ലേ, എല്ലാവരും ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രൊഡ്യൂസറാണ്. ഒരുപാട് സിനിമകളിലെ സിനിമകൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷേ നമ്മൾ ഒരു സജഷൻ പറയുക, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുന്ന വളരെ നാച്ചുറലായിട്ടുള്ളൊരു ആക്ടറാണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കഥാഗതിയെക്കുറിച്ചോ അതിൻ്റെ കഥാസാരത്തെക്കുറിച്ചോ ഞാനൊന്നും പറയുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ കാണാൻ പോവുകയാണത് അല്ലേ, നമ്മൾ കാണുന്നു. അപ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. എന്തായാലും അഭിനയിച്ചപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വൈബ് തോന്നും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എത്രയോ ഷോർട്ട് ഫിലിംസ് ഒക്കെ അഭിനയിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുകയും ഈ ഫംഗ്ഷനിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷൂട്ടുള്ള ദിവസമാണ്. പക്ഷേ ബഷീർ പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ അടുത്ത് പറയുന്നത്, വന്നിട്ട് ഭയങ്കര പെട്ടെന്ന് ചൂടാവുന്ന ആളാണ് കേട്ടോ, നിങ്ങൾ ഈ കാണുന്ന ആളെന്നല്ല. താടി വെച്ച് സാധ്യനെ പോലെ ഇരിക്കുന്നെങ്കിലും കണ്ണാടി വെച്ചിരിക്കുന്നത് വെച്ചാൽ ദേഷ്യം കണ്ണിലെ ആ ചുവപ്പ് മറയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചൂടായി പറഞ്ഞു, വന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് വന്നു, കാരണം കോഴിക്കോടും ഇയാൾ കൊണ്ടുകൊണ്ട് ആ സെറ്റപ്പ് അതുകൊണ്ട്. എന്തായാലും ഇത് തീർച്ചയായും നിങ്ങളെ മനസ്സിനെ ഒന്ന് എന്താ പറയുക, ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഇമോഷണൽ ആവും എന്ന് 100% ഗ്യാരണ്ടിയോട് ഞാൻ പറയാം. ഇത് ഒരുപാട് ദൂരം മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് മഹാനടന്മാരുടെ പേജുകളിലൂടെ ഇത് റിലീസാകാൻ പോകുന്നത്. നാളെയാണ് എൻ്റെ റിലീസ്. ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് നോട്ട് ഓൺലി ആസ് എ ഫിലിം ബട്ട് ഓൾസോ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് പറയുന്ന, എന്നാൽ ഫാമിലി, പോലീസുകാരനും ഫാമിലി ഉണ്ട്. ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വാക്യം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്
ഫോർ കലന്തൻ ബഷീർ ആൻഡ് ടീം ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ അസ്. ഒരു നല്ലൊരു സിനിമയിൽ പങ്കെടുത്തതിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബഷീറിൻ്റെ പെർമിഷനോടുകൂടി ഇതിൻ്റെ DOP ശ്രീജിത്തിന് മൈക്ക് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഷീർക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തേത് കുട്ടിയോദ്ധാവ്, രണ്ടാമത്തെ ഈ സിനിമ. ബഷീർക്കയുടെ ഡയറക്ഷനും സലീംക്കയുടെ അഭിനയത്തിന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനിയുമെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.